നമസ്കാരം ഫ്രണ്ട്സ്, അപ്പു ആണ്. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CD100ൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ബേസ് നട്ട് ഈ ഒരു സീൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ജോലിയൊക്കെ നടത്തി വരേണ്ടി വന്നത്. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് വർക്ക്ഷോപ്പുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇപ്പം നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. ഉച്ചയായി. നമ്മളിവിടെ പാപ്പനംകോടുള്ള നമ്മുടെ പാപ്പനംകോടിൽ സ്വന്തം വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ്. ക്ലൈമറ്റൊക്കെ കണ്ടില്ലേ? നിൻ്റെയൊക്കെ കൂട്ടത്തോട് പോയി പറഞ്ഞുതരാം, ഒറ്റയാൻ വീണ്ടും കാട് കയറാൻ വരുന്നുണ്ടോ? മോനെ എന്തൊക്കെയുണ്ട്? സുഖമാണോ? ഇത് നമ്മുടെ യൂട്യൂബേഴ്സിനൊക്കെ ഒരു ഹായ് കൊടുക്കണം. നിൻ്റെ ആരാധകരായിരിക്കും, വലിയൊരു ഗ്രൂപ്പ് തന്നെ. സോ നീ അവരോട് ഇത്രയും നാളായിട്ട് ഇങ്ങനെ സംസാരിക്കായിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സങ്കടമില്ലേ? സോ ഇതാണ് എൻ്റെ സ്വന്തം ഡോമി. 2020 ഓഗസ്റ്റിൽ എടുത്ത വണ്ടിയാണ്. 5 വർഷമായിട്ട് കൂടെ ഉണ്ട്. 5 വർഷമായിട്ട് ഈ ഒരു ഇവനെ കൊടുക്കാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ഇവനെ എടുത്തു കഴിഞ്ഞാൽ ആരും കൊടുക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അവരെന്തെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർ കൊടുക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ നമ്മളുടെ കൂടെ അജാതി പവർ ഡെലിവറി തന്നെയാണ്, ഒന്നും പറയാനില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡ്യൂക്ക് 390 എടുക്കാനാണ് ഇരുന്നത്. അപ്പം ഞാൻ വെറുതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എടുക്കൂല എന്ന് കൺഫേം ചെയ്തിട്ട് ചുമ്മാ പോയി ടെസ്റ്റ് ഡ്രൈവ്, അവർ വിളിച്ചുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയി. അവർ വിളിച്ചിട്ട് ഞാൻ പോകില്ല, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയി. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴേക്കും ഞാൻ കൺഫേം ചെയ്തു. ഞാൻ ഡോമിനോർ അധികം അന്ന് ഓടിച്ചിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ വണ്ടി തന്നെയാണ് ആദ്യമായിട്ട് ഓടിച്ചത്. 390 RC 390 ഒക്കെ ഇഷ്ടംപോലെ ഓടിച്ചിട്ടുണ്ട്. ബട്ട് ഡോം ഞാൻ പഴയ യു ജി അല്ലാത്ത ഡോമേ ഓടിച്ചിട്ടുള്ളൂ. പഴയ 2016 ഇത് യു ജി ആയതുകൊണ്ട് 40 bhp എഞ്ചിനാണ്. ഇത് അങ്ങനെ ഞാൻ ഓടിച്ചിട്ടില്ലായിരുന്നു. ഇത് എൻ്റെ വണ്ടി തന്നെയാണ്. ഞാൻ ഷോറൂമിൽ നിന്ന് ആദ്യമായിട്ട് ഓടിച്ച ഡോം. അന്ന് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ആ ഒരു പ്രീമിയം ഫീൽ, കുറച്ചുകൂടെ ഒരു വലിയ വണ്ടിയിലിരിക്കുന്ന ഫീലുള്ളത് ഇതിനാണ്. സോ എനിക്ക് ഇതിന് പേഴ്സണലി വേറൊരു രീതിയിൽ ഇഷ്ടമാവും. പിന്നെ കമ്പാരിറ്റീവ്ലി അന്ന് ഞാൻ എടുത്തപ്പോൾ 2,50,000 രൂപയായിരുന്നു ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. 2,45,000 5,000 ആക്സിഡൻറ്റ് ഇൻഷുറൻസും കൂടെ ചേർത്ത് 2,50,000 രൂപയാണ് ആയത്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ പാവാണ്, എൻ്റെ അനിയനാണ്, ഏറ്റവും ചെറിയ അനിയൻ എന്ന് പറയാം. ഇതിനും അനിയൻ തന്നെയാണ്. ഇവ മൂത്ത അനിയൻ, ഇത് ഏറ്റവും ഇളയ അനിയൻ. അവനെ റോഡിൽ കിട്ടുമ്പോൾ ചിലവന്മാരിങ്ങനെ ചൊറിയാൻ വരും. അവൻ നേരെ പോയി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ദൈവൻ്റെ അടുത്തായിരിക്കും. പിന്നെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോണേ. സോ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഇടവരുത്തരുത്. ഇവനൊരു രക്ഷയില്ല. ഇവനൊരു മിനി റോക്കറ്റ് എന്ന് തന്നെ പറയാം. ഒരു 100cc റോക്കറ്റ് തന്നെ, ഒരു രക്ഷയില്ല. വണ്ടി കണ്ടീഷനാണോ പൊളിയാണ്, ഒന്നും പറയില്ല. ഇതിപ്പോൾ പുതിയ പിസ്റ്റണാണ്, ക്രാങ്ക് പണി എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് സെക്കൻഡ്സ് എടുത്ത വണ്ടിയാണ്. ഇങ്ങനെ ഒരു വിൻറ്റേജ് വണ്ടി സ്വന്തമാക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം എടുത്തതാണ്. പക്ഷെ ഇതുപോലൊരു വണ്ടി വേണം നമുക്ക് പേഴ്സണലി. അപ്പോൾ ഇവൻ കാരണം എൻ്റെ ഉണ്ടായിരുന്ന വേറൊരു വണ്ടി ഞാൻ കൊടുത്ത് അങ്ങനെ ആകെ ടാസ്കൊക്കെ ആയതാണ്. ഇവന് വേണ്ടിയിട്ടാണ് അതല്ല. സോ ഇവന് വേണ്ടിയിട്ടല്ല. അങ്ങനെയാണ് ഇവൻ്റെ കാര്യം. 1998 CD100. ഈ മൾഗാട് കുറേ നാളായിട്ട് തപ്പുന്നു, ഇവിടെ കിട്ടായില്ല. വേറെ എടുത്തുനിന്ന് തരാമെന്ന് പറഞ്ഞു. നാളെ മറ്റന്നാൾ തരുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവനെ ശരിക്കും പറഞ്ഞാൽ 1998 ഇങ്ങനെ സെക്കൻഡ് ഹാൻഡായിട്ട് എടുത്തതാണ്. ഫസ്റ്റ് ഓണറിൻ്റെയാണ്, ഞാനാണ് സെക്കൻഡ് ഓണർ.
വണ്ടി വലിയിട്ട് ഓടിയിട്ടൊന്നുമില്ല. വണ്ടി കുറേ നാളിങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരുന്നാണ് ഈ റെസ്റ്റൊക്കെ എടുത്തത്. ഒരു അങ്കിളിൻ്റെ വണ്ടിയാണ്, ഒരു പ്രായ ഒരാളുടെ. പുള്ളിക്കാരുടെയൊക്കെ വണ്ടി ഓട്ടിക്ക് അറിയാലോ. സോ അങ്ങനെ ഒരു വണ്ടിയാണ് ഇവൻ്റെ പിസ്റ്റൺ പുതിയതാണ്, ക്രാങ്ക് പണി കഴിഞ്ഞതാണ്. പക്ഷേ ഒരു 80-90 കിലോമീറ്ററൊക്കെ കണ്ടിന്യൂസ്ലി ഓടിക്കഴിയുമ്പോൾ വണ്ടി കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പുക വരും, ഒരു 5-10 സെക്കൻഡ് തിരി. അത് കഴിഞ്ഞ് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, വണ്ടി നിർത്തുമ്പോൾ ഇത്രയും ലെങ്ത്തിൽ ഓടിക്കഴിയുമ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടും വലുതായിട്ട് മനസ്സിലായില്ല. സിലിണ്ടർ കിറ്റ് അഴിക്കേണ്ടി വരും ചെക്ക് ചെയ്ത് നോക്കാൻ. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഈ വണ്ടിക്ക് പല കണ്ണുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ആവശ്യമില്ല എന്തെങ്കിലും പണി വരും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് മുതലാക്കുന്നുണ്ട്. ഇവനാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത് ഈ വീട്ടിൽ. ഇവന് പണിയൊന്നുമില്ല, ഇവൻ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവനെ നമ്മളങ്ങനെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഇവനായിരിക്കും കൊണ്ടുപോകണം. അത് നമുക്ക് കൂടുതലായിട്ട്. പിന്നെ ഇത് വേറൊരു ഫീൽ. പിന്നെ ഇതെടുത്തത് ഓടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ചുമ്മാ അല്ല. ഇത് വേറൊരു ഫീൽ. സമാധാനമായിട്ട് ഒരു സൈഡിൽ കൂടെ നൈസ് വൈബിന് പോകും. അത് അഗ്രസീവ് മോഡാണ്. എപ്പോഴും അഗ്രസീവായിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ അത് എടുക്കാത്തതല്ല, അതിൻ്റെ എക്സോസ്റ്റ് വേറൊരു സ്ഥലത്തിരിക്കണം, അവിടെ ഒന്നത് എടുക്കണം. പൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടി എടുക്കാത്തത്. പൊല്യൂഷൻ ഇല്ലെങ്കിൽ പണിയാവും, ഭയങ്കര വെറ്റിയും ചെക്കിങ്ങും ഒക്കെയാണ്. സോ അതുകൊണ്ടിട്ട് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇവനെ ശരിയാക്കാൻ വേണ്ടി പാപ്പനംകോടേക്ക് പോകാൻ പോവുകയാണെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഉള്ള സമയത്ത് ഞാൻ കാണും. പരിപാടി നടന്നില്ല ഗൈസ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളവിടെ ഇരിപ്പുണ്ട്. രാവിലെ കൊണ്ടുപോയിരുന്നെങ്കിൽ മാമൻ ചെയ്തു തന്നെയാണ്. ഞാൻ ഉച്ചയൊക്കെ കഴിഞ്ഞ് 2 മണിയാണ് ഉറങ്ങി എണീച്ചപ്പോൾ താമസിച്ചു പോയി. സോ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി കൊടുക്കാൻ പറ്റാത്ത വർക്ക്ഷോപ്പിൽ. ഞാൻ 2 മണിയൊക്കെ 1 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. സോ അങ്ങനെ വീണ്ടും തേഞ്ഞു. പരിപാടിയൊന്നും ഇല്ലാത്തപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് പോകും. ഞാൻ ഹെൽമെറ്റ് എടുക്കാതെയാണ്. എൻ്റെ വീടിൻ്റെ കുറച്ച് ജംഗ്ഷനിൽ കയറുന്നുണ്ട്. പിന്നെ ഹെൽമെറ്റ് എടുത്തില്ലായിരുന്നു. ഹെൽമെറ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇങ്ങോട്ട് വരാനായിട്ട് ഹെൽമെറ്റ് വേണ്ട. പിന്നെ മാനവീയത്തായാലും ഇങ്ങോട്ട് പോകണമെങ്കിൽ ഹെൽമെറ്റ് എടുക്കണം. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഒരിടത്തും വേറെ കിട്ടൂലല്ലോ, അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ട് വന്നു. അത് പണിയൊന്നുമില്ലല്ലോ. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കടിയൊന്നുമില്ല അവിടെ. കടിയൊക്കെ ഇനി ഉണ്ടാക്കുള്ളൂ. ചായ തന്നെ കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. സോ ടാസ്ക്കാണ്. അങ്ങനെയുണ്ട്. റോഡ് ഈ വഴി പോയതാണ് ബൈക്കിൽ. ഒരു ഇപ്പോൾ ഓഫ് റോഡ് ചെയ്ത തേഞ്ഞൊട്ടും. എപ്പോൾ വീണോ നമ്മളൊന്നൊന്ന് ജപിച്ചാൽ മതി. പുന്നമലയുടെ വഞ്ചിത്തുഴയണ ചേലിരിക്കും കുഞ്ഞിക്കിളിയാണി. പുന്നമലയുടെ തീരകളിലാടും പായൽ വഞ്ചിത്തുഴയണ ചേലിരിക്കും കുഞ്ഞിക്കിളിയാണി. എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് സങ്കടമുണ്ടെങ്കിലും ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇപ്പം എല്ലാ വിഷമവും മാറിയെന്ന് നമുക്കൊരു തോന്നൽ വരും. വെറുതെ മാറിയില്ലെങ്കിൽ അതാണ് അവിടുത്തെ ഒരു പരിപാടി.
ദൂരെ പകലിൻ്റെ തിരിനെല്ലെത്താഴുമ്പോൾ ഗ്രാമം മിഴിപൂട്ടുമ്പോൾ പാടിത്തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളെ നറുതേൻ മൊഴിയെ ഇനി നീ അറിയൂ ഹൃദയം പറയും കഥ കേൾക്കൂ പാടം പൂത്ത താളം ഓലത്തുമ്പത്തൊരു ഞാലു കെട്ടി ഓണപ്പാട്ടൊന്നു പാടി പാടം കൊയ്യുമ്പോൾ പാടാൻ പനന്തത്തെ നീയും പോരാമു കൂടെ പുഴയോരത്തു പോയി തണലേറ്റിരുന്ന് കളിയും ചിരിയും നുകരാം പാടം പൂത്ത കാലം ചായകുടി കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ഒഴിവ് ദിവസങ്ങൾ ഇവിടെ ചെലവഴിക്കും. അങ്ങനെ CD കണ്ടറിൻ്റെ പരിപാടി നടന്നില്ല. നാളെ 8:30 കൊണ്ടുപോയി കൊടുക്കുക, ശരിയാക്കി തരും. എൻ്റെ കോൺസെപ്റ്റ് മാറ്റേണ്ടി വരും. കോൺസെപ്റ്റ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ പരിപാടി തീർന്നു. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഹോണ്, പിന്നെ ഡിം ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. LED ലൈറ്റ് വാങ്ങണം. ഹോണിൻ്റെ ബസർ മേടിക്കണം. ഹോണ് സൗണ്ട് കേൾക്കുന്നില്ല. ബ്രൈറ്റിൽ ലൈറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹോണിന് സൗണ്ടില്ല. സോ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ്. CD കണ്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള സീനുകളൊക്കെ ഉള്ളൂ. ബ്രൈറ്റ് ഇടുമ്പോൾ ഹോൺ വലുതായിട്ട് സൗണ്ട് കേൾക്കില്ല. അങ്ങനെയൊക്കെയുള്ള സീനുകളുള്ളൂ, വേറെ സീനൊന്നുമില്ല. പെർഫോമൻസ് എൻജിനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ആ ഒരു പ്രശ്നം തന്നെയാണ് അതിനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മളെല്ലാ രീതിയിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി സിലിണ്ടർ കിട്ട് അയച്ചു നോക്കണം. സാധാരണ പിസ്റ്റണിന് കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെ പുക വരുന്നത്. പക്ഷെ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഓയിൽ ലെവലൊക്കെ ലെവലാണ്. സാധാരണ എങ്ങനെയാണെങ്കിൽ കുറയും. കാരണം ഓയിൽ ഒഴിച്ചത് കുറച്ച് ദിവസം മുമ്പാണ്. എന്നിട്ട് അത്യാവശ്യം ഓടിയിട്ടാണ് ചെക്ക് ചെയ്തത്. എന്നിട്ട് ഓയിൽ ലെവൽ താഴ്ന്നിട്ടില്ല. സാധാരണ പിസ്റ്റൺ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓയിൽ ലെവൽ താഴും. അങ്ങനെയുള്ളതൊന്നും ഇനി സിലിണ്ടർ കിറ്റ് അയച്ചു നോക്കണം. എന്നാലും ഇനി നമുക്ക് വേറെ ഉണ്ടോ എന്നുള്ളത് അറിയാനും ചെയ്യാൻ. ആരു നീ എൻ ഹൃദയ ദേവതേ, എൻ മനോവാടിയിൽ പൂവണിഞ്ഞ ചാരുതേ, വന്നു ഞാൻ നിന്നരികിലെൻ പ്രിയനേ, നിന്നിലേക്കൊഴുകി വരുമാതിരയായി കാതുമൈന കഥ പറയും കാനനങ്ങൾ പൂക്കുകയായി, ഓർമ്മ പൂത്ത താഴ്വരകൾ ഓണവില്ലു വിരിയുകയായി, നിന്നിലലിയുമ്പോൾ ആത്മരാഗങ്ങൾ സുരതിലമൊഴുകി വരും, മണിക്കിനാവിൻ കൊതുമ്പുവെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്കു വേണ്ടി, വെയിൽ പിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്കു വേണ്ടി, ചിരിയുടെ കുളിരലകൾ അതിലിളകിയ തരിവളകൾ, നീ അഴകിൻ്റെ കുളിരരുവി അതിലൊഴുകിയ മുരളിക ഞാൻ,
പ്രണയിനി ഹരിമുരളിയിലുന്നനുരാഗരാഗമായി എത്രയോ ജന്മമായി യാമതുര പല്ലവികൾ കേൾക്കുവാൻ പാടുവാൻ കാത്തിരുന്ന പെൺകൊടികൾ എത്ര നാൾ കാത്തിരുന്ന് കാണുവാൻ അത്രമേൽ ഇഷ്ടമായി മുഖം. അതൊക്കെയാണ്. ചെക്കൻ പൊളിയാണ് കണ്ടില്ല. ഉച്ചയ്ക്കുള്ളൊരവസ്ഥ ഇതാണ് കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചായ കട അങ്ങോട്ടേക്ക് പോകാം. നമ്മളന്ന് പോയി എടുത്തിട്ടുണ്ട്, ഉണ്ടോ നോക്കാം. ജോലിയൊന്നുമില്ലല്ലോ, എന്തായാലും പണിക്ക് പോകാൻ നടന്നില്ല, രാവിലെ പോകുന്നത്. ഹലവാങ്ങുണ്ട് കഴിക്കാം. ഇവിടെ ഒന്ന് സമാധാനമായിട്ടിരിക്കണം, സന്തോഷിക്കണം, പോണം. എന്തായാലും ഈ ഒരു സമാധാന സിറ്റി കിട്ടൂല. നിങ്ങൾക്ക് അഡീഷണൽ വേണോ? കഴിക്കില്ല. തീർക്കാമോ? നമ്മൾ തൊട്ടടുത്ത ഒരു ടിക്കറ്റും കൂടെ അങ്ങ് എടുത്തോണ്ട് മാമ ഒരു കട്ടനും കൂടെ. നിങ്ങൾക്കൊന്നും വേണ്ടേ? എനിക്കും കൂടെ ഒരു കട്ട അടി കളർഫുള്ളാണ്. വരുമ്പോ രാത്രി വരാൻ വരും, ആള് വരും. ഒരു അലവം കൂടെ എടുത്തു. നിങ്ങൾ കുടിച്ചോ? അല്ലെങ്കിൽ ഇങ്ങനെ ഓടുള്ള അവിടെ കടമെല്ലാം കിടക്കണം. അതിനൊരു കട്ടണം. അണ്ണാ പട്ടിച്ചങ്കര ഇല്ലല്ലോ അവിടെ. നമ്മുടെ കഥാനായകനോട് കഥാനായകനൊക്കെ ഉണ്ടോ? നിങ്ങൾ അവിടെ കൂടെ ഇല്ലോ അമ്മ?
നീ കട്ട എടുക്കാം ഇതാ അത് നീ എടുക്കാം വീട്ടിലൊക്കെ എത്തിയാ വീട്ടിലൊക്കെ കയറ്റി വന്നോ വീട്ടിലൊക്കെ എത്തി 6 മണിക്ക് മുമ്പ് വീട്ടിൽ ഞാൻ കണ്ടായിരുന്നു വെള്ളം താഴ്ത്തി ക്യാമറ ആമ അവ പെണ്ണെ ഒന്ന് വെറുതെ വിടൂ മാമ നോക്കിയാ പെണ്ണെ വീട് വരെ എത്തിക്കുന്നു ഏതൊരു മാമ അങ്ങോട്ട് ചുമ്മാ മാമടിക്ക് പറഞ്ഞല്ലോ അയ്യോ ഞാൻ പറന്നു പറഞ്ഞ അങ്ങനെ പിടിച്ച് കയ്യിലൊന്നും കൊടുക്കും മാമൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കും പൂജയാർ 80 200 രൂപ പൂജയാർ 80 ഞാൻ പേഴ്സണലി എടുക്കാറില്ല പക്ഷെ എൻ്റെ അച്ഛൻ നല്ലപോലെ എടുക്കും ലോട്ടറി പക്ഷെ ഒന്നും അടിക്കാറുണ്ട് പൂജയാർ 81 ഉണ്ട് 81 ഉണ്ട് 80 ഉണ്ട് ബമ്പർ എന്താണ് നമ്പർ കഴിഞ്ഞല്ലോ ഒരു നമ്പർ കഴിഞ്ഞല്ലോ മൺസൂർ ബമ്പർ 28-ാം തീയതി ഉണ്ടോ അതാ ഇപ്പോഴും പൂജ നമ്പർ എന്തിനാ പോലെ കഴിഞ്ഞല്ലോ വിഷു വിഷു നമ്പർ അത് പാലക്കാട് സെക്കൻഡും ഫസ്റ്റും എല്ലാം പാലക്കാട് രാത്രി പോയിട്ട് ഒരു കുടി തന്നെ ചെയ്യും പഞ്ചായത്ത് മധുരം കുറച്ചോ മഴ എങ്ങനെത്തി കടലൊക്കെ കയറിച്ചോ മഴ എങ്ങനെത്തി കടലൊക്കെ കയറിച്ചോ രാവിലെ മുട്ട വിളിച്ചാണ് മറ്റവനെ ഡയറക്ടർ ഉണ്ടല്ലോ മറ്റേ മുട്ട ചേട്ടാ മഴയൊക്കെ കൂടി മറ്റേ റോൾ എനിക്ക് തന്നെ അല്ലേന്ന് ചോദിക്കും മരിക്കണ ക്യാരക്ടർ എന്നാലേ മനസ്സിൽ കയറാൻ പറ്റും അവൻ ചോദിച്ച് മേടിച്ചണം ചേട്ടാ എന്നിട്ട് അവൻ ചോദിക്കുകയും ചെയ്തു ചേട്ടാ ഈ സിനിമ കൊണ്ടുപോയി ആൾക്കാർ നിന്റെയൊക്കെ കൂട്ടത്തോട് പോയി പറ ഒറ്റയാൻ വീണ്ടും കാട് കയറി ലാലേട്ടൻ പൊളിയല്ല ലാലേട്ടനെ വിട്ട് ഇന്ദ്ര അങ്ങനെ കാണാനില്ല നീ അടുക്കളക്കകത്ത് കയറിയിരിക്കണം നോക്കണം പാമ്പ് നോക്കണം കണ്ടു എവിടെയാടാ അപ്പൊ ഇവിടെ കൂടെ എവിടെയെങ്കിലും എടുത്ത് ചാടി വരായിരുന്നു അത് പറഞ്ഞു അപ്പൊ ഇങ്ങോട്ടില്ല ഇന്ന് ഇവിടെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴേക്കും മഴ അപ്പൊ നേരെ കുടയെടുത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പാമ്പുണ്ടെന്ന് പറയുമ്പോൾ പലർക്കും കളിയാണ് സത്യം പിന്നെ ഇവിടെ പാമ്പ് കാണാതിരിക്കും പാമ്പുണ്ടെന്ന് പറയുമ്പോൾ അവര് ഇവിടെ പാമ്പുണ്ടാ ഇവിടെ പാമ്പ് കാണും വയൽ മഴ പെയ്തു നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി
ആസ്വദിക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കണം. സോ ജസ്റ്റ് എൻജോയ് ദ മൊമെൻറ്റ്. മഴയത്ത് പാടാൻ പറ്റിയ പാട്ട് ഏതുണ്ട്? വീണ്ടും ഒരു പ്രേമഗാനം. നാ 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 നാ. ഒറ്റയ്ക്ക് എൻ്റെ അമ്മേ, ഇതെന്തരുത്. ഇതിൽ കയറാൻ ചറക്കിയ എല്ലാം വെളിയിൽ, ക്യാമറ ഉൾപ്പെടെ കായലിലേക്ക്. നീലത്താമരേ പുണ്യം ചൂടിയൻ തപസ്സിൽ നീലത്താമരേ യോളം നീട്ടി നീ. അവിടെ നിൽക്കണം. വഴിയില്ലടാ ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്, കണ്ടില്ലേ? കിടക്കണ ഒരു മഴ കൂടെ പോയി നിറഞ്ഞു പൊട്ടും. ഇത് ഒടിഞ്ഞതാണല്ലേ? ഇത് ഒടിഞ്ഞു വീണത്? പുറപ്പെടുന്നേ ചെരുവിൽ നിന്നേ ഞാൻ പുറപ്പെടുന്നേ. എത്ര ഉണ്ട്? ഇങ്ങോട്ട് വാടക കൊണ്ട് കല്ല് മുട്ടുക പൈപ്പല്ല 1 കിലോ വരും. മൂന്ന് കിലോ അല്ലേ? ഇതെല്ലാം കൂടെ ഒരു 1/2 കിലോ മീൻ വരും. നോക്ക്, അങ്ങോട്ട് വരണ. എങ്ങോട്ട് വേണം? നീ എത്ര മണിക്ക് പഠിക്കാൻ വന്ന? പഠിച്ചിട്ട് വന്നു. ഞാൻ നിന്നെ വിളിക്കാൻ പറഞ്ഞിരുന്നു. കിടന്ന് അനങ്ങണേ കണ്ടല്ലോ. അനക്കമൊക്കെ നിന്ന് പൂർണ്ണമായിട്ട് ചത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലിൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട.
സോ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.